Hi dear students, welcome to the new session of Business Management. ബികോം വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഒന്നാമത്തെ ചാപ്റ്റർ അതിൻ്റെ ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ മീനിങ് ഡെഫിനിഷൻ, എന്താണ് മാനേജ്മെൻറ്റ് എന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്നുള്ളതുമാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ്. മാനേജ്മെൻറ്റ് ഈസ് എ വെരി പോപ്പുലർ ടേം ആൻഡ് ഹാസ് ബീൻ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഫോർ ഓൾ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻലി ഫോർ ടേക്കിംഗ് ചാർജ് ഓഫ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ എനി എൻ്റർപ്രൈസ്. ഏതൊരു ഓർഗനൈസേഷനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഓൾഡ് ആയിട്ടുള്ളൊരു ടേമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പിന്നെ ഗോത്രങ്ങളായി നിന്നിരുന്ന മനുഷ്യ സമൂഹത്തിൽ പോലും മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഗോത്രങ്ങൾ അല്ലെ പഴയ കാലങ്ങളിൽ ആൻഷ്യൻ ടൈമിലൊക്കെ ഉള്ള ആ ഒരു ഗോത്രങ്ങളിൽ അവിടെ ഏതൊരു ഗോത്രത്തിനെയും ഒരു നേതാവ് ഉണ്ടായിരിക്കും. ആ നേതാവിൻ്റെ ഡ്യൂട്ടിയാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ആനിമൽസിൽ നിന്നും അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു മാനേജ്മെൻറ്റാണ്, ഒരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി, അതായത് ഈ ഒരു ഗോത്ര വിഭാഗത്തിൻ്റെ അതിൻ്റെ തലവനായിട്ട് അതിൻ്റെ ഹെഡായിട്ടുള്ള അതിൻ്റെ ലീഡറായിട്ടുള്ള ആളുടെ ഡ്യൂട്ടിയാണ് ആര് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കൽ. ആക്ച്വലി അത് സ്റ്റാഫിംഗ് ആണ് അല്ലേ. ഏത് ടീമാണ് എന്ത് ചെയ്യേണ്ടത്, പിന്നെ നായാട്ടിന് പോവേണ്ടത്, ഏത് ടീമാണ് പിന്നെ വേട്ടയാടാൻ പോവേണ്ടത്, ഹണ്ടിങ്ങിന് പോവേണ്ടത്, ഏത് ടീമാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ ജോബുകളെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീമുകളിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിലേക്കും അസൈൻ ചെയ്ത് കൊടുത്തിരുന്നത് ആരായിരുന്നു? ഈ ലീഡറായിരുന്നു. സോ അതൊരു മാനേജ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ്. അത് ഏതൊരു ഓർഗനൈസേഷനും, ഈവൻ ഒരു പിന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും അവിടെയെല്ലാം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനേജീരിയൽ ആക്ടിവിറ്റീസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ബേസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. Then this management has to see that tasks are completed and goals are achieved with the least amount of resources at a minimum cost. സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്, ഗോൾസുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. നമ്മൾ എന്തിനു വേണ്ടി നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നു, ആ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ്, ആ ഓർഗനൈസേഷൻ്റെ എയിം എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, ആ പർപ്പസിലേക്ക്, ആ ഗോളിലേക്ക്, ആ എയിമിലേക്ക് നമ്മുടെ ഓർഗനൈസേഷൻ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് എഫക്റ്റീവ് ആയിരിക്കണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടാസ്ക് ഓറിയൻറ്റഡ് ആയിരിക്കണം, ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം, എയിം ലക്ഷ്യം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ എയിമിലേക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള ടാസ്കുകൾ, ആക്ടിവിറ്റീസ് ആയിരിക്കണം മാനേജ്മെൻറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, എഫക്റ്റീവായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം മിനിമം റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം. നമ്മൾ ഒരുപാട് ടാസ്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, നമ്മുടെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം എന്തായിരിക്കണം, മിനിമം റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ടായിരിക്കണം, മിനിമം കോസ്റ്റ് കൊണ്ട് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം. ദാറ്റ് ഈസ് എഫിഷ്യൻസി. സോ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ മാനേജീരിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഷുഡ് ബി എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിരിക്കണം. എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് മിനിമം റിസോഴ്സുകൾ മിനിമം കോസ്റ്റിൽ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്കുകൾ ചെയ്യുക എന്നുള്ളതാണ്, അതുപോലെ തന്നെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഹാസ് ദെർഫോർ ബീൻ ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും രീതിയിലുള്ള ഫങ്ഷൻസ് കണ്ടക്ട് ചെയ്യുക, അത് എഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ എഫിഷ്യൻ്റായിട്ട് കണ്ടക്ട് ചെയ്യുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്കുകളെല്ലാം ചെയ്യുന്നത്, വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ.
ദെൻ അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. ആക്ച്വലി ഡെഫിനിഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ഒരു മീനിങ്ങോ മാനേജ്മെൻറ്റിനില്ല. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാനേജ്മെൻറ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ഓരോരുത്തരുടെയും ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു 2-3 ഡെഫിനിഷൻസ് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സിൽ നമ്മൾ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. സോ ഈ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന 2-3 ഡെഫിനിഷൻസ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ ഇൻ ഗ്രൂപ്പ്സ് എഫിഷ്യൻ്റ്ലി അക്കംപ്ലിഷ് സെലക്റ്റഡ് എയിംസ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എയിമുകൾ അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലക്ഷ്യം നമ്മൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗ്രൂപ്പ്സുകളെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു. അതായത് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ സംയോജിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻറ്റഗ്രേഷൻ നമുക്ക് സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു എൻവിറോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എയിംസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ റിസോഴ്സുകളായിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയും നമ്മുടെ എൻവിറോൺമെൻറ്റിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക, ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമാക്കിയെടുക്കുക തുടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സുകൾ ഉൾക്കൊള്ളുന്ന ഒന്നിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുക. മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിസൈനിങ് പ്രോസസ്സാണ്, ഒരു മെയിൻറ്റെയിനിങ് പ്രോസസ്സാണ്, അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സാണ്. അതായത് ഇൻഡിവിജ്വൽസിനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന ഇൻഡിവിജ്വൽസിനെ എല്ലാം ഒരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ദെൻ മറ്റൊരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻസ് ഇൻ ഓർഡർ ടു അച്ചീവ് കോർഡിനേഷൻ ഓഫ് ദ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എസെൻഷ്യൽ ഇൻ ദ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്ന് മാത്രം അല്ലേ. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അതായത് ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുക, ഒരു ഓർഗനൈസേഷനെ ആക്ച്വേറ്റ് ചെയ്യുക, ഒരു ഓർഗനൈസേഷനെ ഓർഗനൈസ് ചെയ്യുക, പ്ലാൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രോസസ്സുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻസിൻ്റെ ഓപ്പറേഷൻസിനെയും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസിങ്ങും പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺട്രോളിങ്ങും ഇങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്നത്, എന്തിനു വേണ്ടി ചെയ്യുന്നു, ടു അച്ചീവ് കോർഡിനേഷൻ ഓഫ് ദ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് എസെൻഷ്യൽ ഇൻ ദി എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകളെയും മെറ്റീരിയൽ റിസോഴ്സുകളെയും എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് റിസോഴ്സുകളുണ്ട്, അല്ലെ, ഹ്യൂമൻ ഉണ്ട്, അതായത് മാൻ ഉണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഉണ്ട്, മണി, ക്യാഷ് ഉണ്ട്, അല്ലെ, ഇങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ, നമ്മുടെ ലാൻഡ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് റിസോഴ്സുകളുണ്ട്. ഈ അവൈലബിൾ റിസോഴ്സുകളെല്ലാം എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളായിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ്, കൺട്രോളിങ് തുടങ്ങിയിട്ടുള്ള ഇൻ്റഗ്രേറ്റിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്നെല്ലാം ഈ ഡെഫിനിഷനിലെല്ലാം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കാം. കാരണം നേരത്തെ പറഞ്ഞു മാനേജ്മെൻറ്റിന് ഈ ഒരു ടേമിന് കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഇല്ല, അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഇല്ല. ഇതാണ് അതിൻ്റെ ആക്ച്വൽ അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ ആളുകളും ഓരോ റിസർച്ചേഴ്സും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള ഓരോ കാഴ്ചപ്പാടുകളാണ് നമ്മൾ ഈ കോൺസെപ്റ്റ്സിൽ, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റുകളാണ് നമ്മൾ ഈ കോൺസെപ്റ്റ്സിൽ നോക്കുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ കോൺസെപ്റ്റാണ്, ആസ് എ പ്രോസസ്സ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ള ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായമാണ് ഈ ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഹെൻറി ഫയോളിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്? ടു മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഫോർകാസ്റ്റ്, അതുപോലെ തന്നെ പ്ലാനിങ്, ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ്, ടു കൺട്രോൾ.
അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് നടക്കുന്ന, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫങ്ഷണൽ കോൺസെപ്റ്റിൽ പറയുന്നത്. ദിസ് ഗ്രൂപ്പ് എംഫസൈസ് മാനേജ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ് അണ്ടർടേക്കൻ ബൈ ദ മാനേജർ ഇൻ എൻ ഇൻറ്റഗ്രേറ്റഡ് ടു വേ അച്ചീവ് ഓർഗനൈസേഷണൽ പർപ്പസ്. ഓർഗനൈസേഷണൽ പർപ്പസുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, മാനേജർ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നു. അതിനെയാണ് ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റാണ്. ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനാണ്, മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡെഫിനേഷനും കൂടെയാണ്. മാനേജ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദി എഫേർട്സ് ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ള ആളുകളുടെ എഫേർട്ടിലൂടെ നമുക്ക് വല്ലതും ലഭിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്ന ഒന്നിനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നതിലൂടെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നു, അതാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹിയർ ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് ഓർഗനൈസേഷൻ ഈസ് എംഫസൈസ്ഡ്. ഇറ്റ് കൺസീവ്സ് ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം. മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ ജോലി, അല്ലെങ്കിൽ മറ്റൊരു കൂട്ടമായിട്ടുള്ള ടീമായിട്ട് നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നുള്ളതും കൂടെ ഈ ഒരു ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റിൽ പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തത് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റാണ്. This concept views management as a rule-making and rule-enforcing body. Whatever a manager does, he does through his decisions. The life of a manager is a perpetual choice-making activity. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് മേക്കിംഗ് ഡിസിഷൻസ്. ഡിസിഷൻ മേക്കിംഗ് ആണ് അവരുടെ പ്രധാന. മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ് പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ് പ്രകാരം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ്. അവരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ലീഡർഷിപ്പാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നാലാമതായിട്ട് പറയുന്ന പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റാണ്. അതായത് ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിയെ എയിം ചെയ്തുകൊണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക്കൽ നെസസിറ്റി. ഇറ്റ് എയിംസ് അറ്റ് മാക്സിമം എഫിഷ്യൻസി. ഹിയർ മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. അത് ഉദ്ദേശിക്കുന്നത് മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് നോയിങ് വാട്ട് യു വാണ്ട് ടു ഡു ആൻഡ് ദെൻ സീയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുകയും അത് ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിൽ, ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ, എന്നാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ആ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പാദനം, നമ്മൾ എത്രമാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനാണ് ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ റിസൾട്ടാണ് ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നല്ല പ്രൊഡക്ഷൻ ഉണ്ടോ അവിടെ നല്ല മാനേജ്മെൻറ്റും ഉണ്ട്. അതാണ് ഈ പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് ഓരോ കോൺസെപ്റ്റിലും പറയുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂ ആണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണെന്നുള്ളതാണ് ഒരു ടീം പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്ടിവിറ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ നല്ല പ്രൊഡക്ടിവിറ്റി നടക്കുന്നുണ്ടെങ്കിൽ നല്ല മാനേജ്മെൻ്റ് ആണ് എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഇൻറ്റഗ്രേഷൻ കോൺസെപ്റ്റാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി വിച്ച് ഡയറക്ട്സ് ആൻഡ് കൺട്രോൾ ദി ഓർഗനൈസേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. മാനേജ്മെൻറ്റ് ഈസ് സെൻറ്റേർഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓർ മാനേജേഴ്സ് ഓഫ് ദി ഫേം ഹു ഇൻറ്റഗ്രേറ്റ്സ് മെൻ, മെറ്റീരിയൽ ആൻഡ് മണി ഇൻ ടു ആൻ എഫക്റ്റീവ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റഗ്രേഷനാണ്. നമ്മുടെ റിസോഴ്സുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. അതായത് നമ്മുടെ റിസോഴ്സുകളായിട്ടുള്ള മെൻ, മെറ്റീരിയൽ, മണി, ലാൻഡ്, അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത്തരത്തിലുള്ള നമ്മുടെ റിസോഴ്സുകൾ, അവൈലബിൾ റിസോഴ്സുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ഇൻറ്റഗ്രേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ഒരു സോഷ്യൽ സിസ്റ്റമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. മാനേജ്മെൻറ്റ് മീൻസ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഡിസിഷൻ മേക്കിങ്ങിനുള്ള ആളുകളാണ്. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റാണ്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകളാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ നെസസിറ്റിയാണ്
മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷനാണ്. നമ്മുടെ റിസോഴ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ, നമ്മുടെ ലക്ഷ്യങ്ങളെ, എയിമുകളെ, പർപ്പസുകളെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് നമുക്ക് മാനേജ്മെൻറ്റിനെ നിരീക്ഷിക്കാം, മാനേജ്മെൻറ്റിനെ നമുക്ക് വായിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരുന്ന ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കൂടുതലായിട്ട്. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.